Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് നമ്മുടെ ഒരു അഹമ്മദാബാദിലുണ്ടായ പ്ലെയിൻ ക്രാഷിനെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, അഹമ്മദാബാദിൽ 279ഓളം ആൾക്കാർക്കാണ് അവരുടെ ജീവൻ നഷ്ടമായത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അല്ലേ. ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടറിലുള്ള കുറച്ച് പോരായ്മകളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിലിംസിൽ കറണ്ട് അഫെയർസിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. വിൽ മൂവ് ഓൺ ടു ദ ന്യൂസ്. We'll be looking on to the conflict of interest and lack of independence in how aircraft accidents are investigated in India. ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഉണ്ടാകുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ടൊരു ബോഡി നമുക്കുണ്ട്, ദി എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, AAIB. പക്ഷെ റിയാലിറ്റിയിൽ നമ്മുടെ ഈ ഒരു AAIB ഇവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അണ്ടറിലാണ്. ഇത് എന്തുകൊണ്ടാണ് പ്രശ്നമാവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഉണ്ടല്ലോ, ഇവരാണ് എയർലൈൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഒരു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അവർ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, ടു റെഗുലേറ്റ് സിവിൽ ഏവിയേഷൻ ഇൻ ഇന്ത്യ. ഇവരാണ് ഈ ഒരു മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഈ ഒരു DGCA വഴിയാണ് ഈ ഒരു എയർലൈൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേ ഓൾസോ അപ്പോയിന്റ് ദി ഹെഡ് ഓഫ് DGCA ആൻഡ് AAIB. This means the same ministry that oversees the airline is also controlling the body that investigate accidents involving those airlines. ഈ ഒരു നമ്മുടെ ഈ ഒരു മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഇവർ തന്നെയാണ് ഈ ഒരു എയർലൈൻസിനെ ഓവർസീ ചെയ്തിട്ട്, ദാറ്റ് ഓവർസീസ് എയർലൈൻസ്. അതേപോലെ തന്നെ ഈ ഒരു ഇവരാണ് ആ ഒരു കൺട്രോളിങ് ബോഡി, ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ആക്സിഡൻറ്റ് ഇൻവോൾവിങ് ദോസ് എയർലൈൻസ്. ഇവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൺസേൺ എന്താന്ന് വെച്ചാൽ അറിയാം, ഇമ്പാർഷ്യാലിറ്റി ആണല്ലേ. ഇറ്റ് ഈസ് ലൈക്ക് ബീങ് ആസ്ക്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് യുവർ ഓൺ മിസ്റ്റേക്ക്. പക്ഷെ നമ്മുടെ റെയിൽവേ സിസ്റ്റം ഒക്കെ ഇല്ലേ, റെയിൽവേസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, റെയിൽവേ ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി ആണ്. ഈ ഒരു കമ്മീഷണർ ടെക്നിക്കലി ഇത് നമ്മുടെ എന്താ പറയുക, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. എന്നിരുന്നാൽ കൂടി ദേ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ദ റെയിൽവേസ്. അവർ നമ്മൾ പറഞ്ഞ പോലെ ഒരു റെയിൽവേന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ദേ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ദ റെയിൽവേ. ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ഉണ്ട് അല്ലേ. ആരാണ് ട്രെയിൻ ഓടിക്കുന്നതും എന്നു തമ്മിലും, അതേപോലെ ആരാണ് അതൊരു ട്രെയിൻ ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, ഇത് തമ്മിലുള്ള നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ, വിച്ച് ഏവിയേഷൻ കറൻ്റ്ലി ലാക്സ്. നമുക്കിവിടെ വി നീഡ് ടു റിഫോം ദി ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് അല്ലേ. അതേപോലെ നമ്മുടെ ഈ ഒരു AAIB കുറച്ചും കൂടി വിൽ ഹാവ് ടു മേക്ക് ദം ട്രൂലി ഇൻഡിപെൻഡൻറ്റ്, ജസ്റ്റ് ലൈക്ക് ഹൗ റെയിൽവേ സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഹാൻഡിൽഡ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിൽ എൻഷുർ ട്രാൻസ്പാരൻ്റ് ആൻഡ് അൺബയസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ ഈ ഒരു കറൻ്റ്ലി നമ്മുടെ ഈ ഒരു ഏവിയേഷൻ സേഫ്റ്റി സിസ്റ്റം, ദർ ഈസ് എ നീഡ് ഫോർ അർജൻറ്റ് സ്ട്രക്ചറൽ റിഫോംസ്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു ജൂൺ 12 സംഭവിച്ച ഈ ഒരു അപകടത്തിൽ, ഇറ്റ് ഈസ് എ വെരി സീരിയസ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻ അഹമ്മദാബാദ് ഒക്കേർഡ്. ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇറ്റ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് ജസ്റ്റ് അനദർ റൊട്ടീനായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യരുത്. ഈ ഒരു അഹമ്മദാബാദിലുണ്ടായ ഈ ഒരു ആക്സിഡൻറ്റ് ഇത് എക്സ്പോസ് ചെയ്യുന്നത് വളരെ ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മൾ ആ ഒരു ഏവിയേഷൻ സേഫ്റ്റിയിൽ നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു പോരായ്മകൾ, അതിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരുപാട് ഹെലികോപ്റ്റർ ക്രാഷസ് നടന്നിട്ടുണ്ട്. അതേപോലെ ഫ്ലൈയിങ് സ്കൂൾസിലൊക്കെ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ട്. ഇതിനൊന്നും ഒരു ബാഡ് ലക്കായിട്ട് കാണരുത്. ഇത് കാണിക്കുന്നത് ദേ ഷോ സിസ്റ്റമിക് ഫ്ലോസ് ഇൻ ഹൗ ഏവിയേഷൻ സേഫ്റ്റി ഈസ് മാനേജ്ഡ് ഇൻ ഇന്ത്യ.
സോ ഈ ഒരു നമ്മുടെ ഈ ഒരു കറണ്ട് അപ്രോച്ച് ഇതിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതോറിറ്റീസൊക്കെ അവർ റിയാക്റ്റീവ് ആണ്. ഓക്കെ, ദേ ആർ നോട്ട് പ്രോ ആക്റ്റീവ്. സോ അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ആൻ ആക്സിഡൻറ്റ് ഹാപ്പൻസ്. സോ അതിന് മുമ്പ് ദർ ഈസ് നോ സ്ട്രോങ് ഏർലി വാർണിംഗ്സ് ഓർ പ്രിവെൻഷൻ സിസ്റ്റം ഇൻ പ്ലേസ്. സോ വാട്ട് ഷുഡ് ബി ഡൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദി എയർ ഇന്ത്യ, ഈ ഒരു എയർ ഇന്ത്യയിൽ ഉണ്ടായ ഈ ഒരു ക്രാഷിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇത് വി ഷുഡ് ലുക്ക് ബിയോണ്ട് ദാറ്റ് വൺ ഇൻസിഡൻറ്റ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടർ എന്നുള്ളത് ഡ്രാസ്റ്റിക്കലി ഗ്രോൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. വി ഹാവ് ഗ്രോൺ എ ലോട്ട്. പക്ഷെ നമ്മുടെ പോളിസീസ് ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, എസ്പെഷ്യലി ദി നാഷണൽ സിവിൽ ഏവിയേഷൻ പോളിസി. സോ ഇവിടുത്തെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ വി നീഡ് എ കംപ്ലീറ്റ് ഓവർഹോൾ ഓഫ് ദി ഏവിയേഷൻ ഗവർണൻസ് സിസ്റ്റം. ഓക്കെ, ദാറ്റ് ഈസ് നീഡഡ്. സോ സേഫ്റ്റി ഈ ഒരു ഏവിയേഷൻ്റെ എല്ലാ പാർട്ടിലും വി മസ്റ്റ് ബിൽഡ് സേഫ്റ്റി ഇൻ ടു എവറി പാർട്ട് ഓഫ് ഏവിയേഷൻ. അതായത് ട്രെയിനിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും തുടങ്ങി റെഗുലേഷനും ടെക്നോളജിയും വരെയുള്ള സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. സോ ഈ ഒരു അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്സിഡൻറ്റ് നമുക്കുള്ളൊരു വേക്കപ്പ് കോളാണ്. സോ ഇറ്റ് സിഗ്നൽസ് ദാറ്റ് ഇന്ത്യയുടെ ഏവിയേഷൻ സേഫ്റ്റി സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്, അത് റിയാക്റ്റീവ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് മോഡേൺ ആയിട്ടുള്ള റിസ്ക് ബേസ്ഡ് ആൻഡ് പ്രിവെൻഷൻ ഫോക്കസ്ഡ് സേഫ്റ്റി ഫ്രെയിംവർക്കാണ്. സോ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. Then we look on to the long-standing failures in India's aviation safety system. എസ്പെഷ്യലി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നത്, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ഹോണസ്റ്റായിട്ട് വയ്ക്കുന്ന റിപ്പോർട്ടുകൾ അത് ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1997 JK Seth കമ്മിറ്റി, ഓക്കെ, എയർ മാർഷൽ JK Seth കമ്മിറ്റി, അവർ ഒരു വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റിപ്പോർട്ട് നമ്മുടെ ഏവിയേഷൻ സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സോ ഈ ഒരു റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്തത് ഒന്ന് വീക്ക് ഓവർസൈറ്റ് ആണ്, അതേപോലെ തന്നെ ഈ ഒരു റെഗുലേറ്റേഴ്സ് ഉണ്ടല്ലോ, സോ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ബൈ ദി ഇൻഡസ്ട്രി ദേ കൺട്രോൾ. പിന്നൊന്ന് ട്രെയിനിങ്ങിൽ വരുന്ന ആ ഒരു തകർച്ചയാണ്, അല്ലെങ്കിൽ പുവർ ട്രെയിനിങ്. പക്ഷെ ഈ ഒരു റിപ്പോർട്ട് ഇഗ്നോർ ചെയ്യപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ഈ ഒരു റിപ്പോർട്ട് റിവീൽ ചെയ്തത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്താണ്, ദാറ്റ് ദ സിസ്റ്റം ഡിഡ്ന്റ് വാണ്ട് ടു കോൺഫ്രണ്ട്. സോ ആൻഡ് ദീസ് പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ് ടുഡേ. സോ ഇതിനു മുമ്പ് നടന്ന പല ആക്സിഡൻറ്റുകളിലും ആ ഒരു ക്രെഡിബിലിറ്റി, ദി പാസ്റ്റ് ആക്സിഡൻറ്റ് റിപ്പോർട്ട്സ് ലാക്ക് ക്രെഡിബിലിറ്റി എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് വളരെ അൺറിലയബിൾ ആണ്, അതേപോലെ കോൺട്രഡിക്ടറി ആണ്. ഓക്കെ, 2001 ക്രാഷ് ഉണ്ടായപ്പോൾ നമ്മൾ ക്ലൗഡ്സിനെ നമ്മൾ ബ്ലെയിം ചെയ്തു. ഓക്കെ, ക്ലൗഡ് കൊണ്ടാണ് അത് ആ ഒരു ക്രാഷ് ഉണ്ടായതെന്ന് നമ്മൾ മേഘങ്ങളിൽ നമ്മൾ പഴിചാരി. ഓക്കെ, പക്ഷേ ഇവരൊന്നും ആ സീനിലേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, there were no clouds were reported. 1993 ഔറംഗാബാദിൽ ആ ഒരു ക്രാഷ് ഉണ്ടായ സമയത്ത് അവിടെ ക്ലിയർ ആയിട്ട് ഓവർലോഡിങ്ങിൻ്റെ സീൻ ഉണ്ടായിരുന്നു. ഓക്കെ, ദർ ഹാഡ് ക്ലിയർ സൈൻസ് ഓഫ് ഓവർലോഡിങ്, പക്ഷെ അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ പുതിയ ഇൻസിഡൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്നോ ഏതാണെന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് ബീങ് കെപ്റ്റ് സീക്രട്ട്. സോ അവിടെ ഒരു ട്രാൻസ്പാരൻസി ഇഷ്യൂ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു AAIBയുടെ റിപ്പോർട്ടിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ. സോ അവരാണ് അന്വേഷിക്കേണ്ടത്, ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. സോ ഇവരുടെ റിപ്പോർട്ട് പോലീസും അതേപോലെ കോടതികളും മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 2017 റൂൾ അനുസരിച്ചിട്ട് ഈ ഒരു AAIB ആണ് ആ ഒരു ദ ഇൻവെസ്റ്റിഗേറ്റ് ക്രാഷസ് ടു ഇംപ്രൂവ് സേഫ്റ്റി. ഓക്കെ, സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു ക്രാഷ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, ആൻഡ് നോട്ട് ടു അസൈൻ ലീഗൽ ബ്ലെയിം. ഓക്കെ, പക്ഷേ ഈ പോലീസും കോടതിയും ഒക്കെ ഈ ഒരു റിപ്പോർട്ടിനെ മിസ്യൂസ് ചെയ്തിട്ട് അവരിതിനെ കണക്കാക്കുന്നത് ഇറ്റ് ഹാസ് എ ഫൈനൽ ലീഗൽ ജഡ്ജ്മെൻറ്റ്. ഈവൻ ദോ ഈ ഒരു AAIB ഇവർക്കൊരു ലീഗൽ അതോറിറ്റി ഇല്ല. പിന്നെ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ആൾക്കാർക്കൊന്നും ദേ ഓഫൻ ലാക്സ് ഏവിയേഷൻ നോളജ്. ഓക്കെ,
പിന്നെ മോസ്റ്റ്ലി ക്രാഷസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവസാനം കുറ്റം പറയുന്നത് പൈലറ്റിനെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണല്ലോ. നമുക്ക് കേസ് ലീഗലി ക്ലോസ് ചെയ്യാം, അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻഷുറൻസ് പേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് അവിടെ നമ്മൾ വി ആർ അവോയ്ഡിങ് ബ്ലെയിം ഓൺ ഡീപ്പർ ഇഷ്യൂസ് അല്ലേ. ആ ഒരു എയർലൈൻ കോസ്റ്റ് കട്ടിങ്ങിലൊന്നും അങ്ങനത്തെ ഇഷ്യൂസിലൊന്നും നോക്കാതെ, അതേപോലെ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസിൽ വരുന്ന കുറേ പാളിച്ചകളുണ്ട്, പിന്നെ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളിൽ വരുന്ന മിസ്റ്റേക്സ് ഉണ്ട്. സോ അതിലേക്കൊന്നും നോക്കാണ്ട് എന്ത് ആക്സിഡൻറ്റ് ഉണ്ടായാലും അവസാനം പൈലറ്റിൻ്റെ മേലെ ആ ഒരു പഴി ചാരുക എന്നുള്ളതാണ് ഒരു ട്രെൻഡ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റിവ്യൂസ് അത് ആദ്യം നിർത്തുക എന്നുള്ളതാണ്. സോ എപ്പോഴൊക്കെ ഒരു വലിയൊരു ആക്സിഡൻ്റ്, ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ പുതിയ സേഫ്റ്റി കമ്മിറ്റി രൂപീകരിക്കും. ഓക്കെ, സോ ഈ രൂപീകരിക്കപ്പെടുന്ന ഈ പുതിയ സേഫ്റ്റി കമ്മിറ്റീസ് ഇവരധികം ഡീപ്പായിട്ടൊന്നും കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കാതെ മോസ്റ്റ് ഓഫ് ദം റിപ്പീറ്റ് ദ സെയിം ഷാലോ അനാലിസിസ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് അവരുടെ ഫൈൻഡിങ്സ് ദേ ആർ ഓഫൺ ബെറീഡ്. ഓക്കെ, സോ ഈ ഒരു സൈക്കിള് നമ്മൾ വി ഷുഡ് ബ്രേക്ക് ദി സൈക്കിൾ. ഓക്കെ, അപ്പോൾ റിവ്യൂസ് വളരെ സത്യസന്ധമായിരിക്കണം, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ആക്ഷൻ. സോ ഇവിടെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇന്ത്യയുടെ ആ ഒരു ഏവിയേഷൻ സേഫ്റ്റി സിസ്റ്റം ഇറ്റ് സഫേഴ്സ് ഫ്രം എ പാറ്റേൺ ഓഫ് ഡിനയൽ ആൻഡ് ബ്ലെയിം ഷിഫ്റ്റിംഗ്. സോ റിയൽ ആയിട്ടുള്ളൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ. ആ ഒരു ഡാറ്റയിൽ ട്രാൻസ്പാരൻസി ഉണ്ടാവണം. പിന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും we must ensure the accountability of all stakeholders, not just pilots. പിന്നെ implementation of past recommendations ആണ് instead of ignoring them. So it's time to stop hiding uncomfortable truth and start fixing the system. സോ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കുറച്ച് കീ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ടല്ലോ, AAIB, അവരും അതേപോലെ തന്നെ ആൻഡ് ദി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA, ഇവർ ഈ ഒരു മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യാതെ ഇവർ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് പാർലമെൻറ്റിനാണ്. ഓക്കെ, നോട്ട് ടു ദി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. സോ ഇത് ആ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇറ്റ് വിൽ എൻഷുർ അക്കൗണ്ടബിലിറ്റി. പിന്നെ പാരലായിട്ടുള്ള കമ്മിറ്റീസിനെ നിയമിക്കൽ അത് നിർത്തുക എന്നുള്ളതാണ്. അതായത് മേജറായിട്ടുള്ള എല്ലാ ആക്സിഡൻസിന് ശേഷവും നമ്മുടെ ഗവൺമെൻറ് സെപ്പറേറ്റ് കമ്മിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോൻ്റെ റിപ്പോർട്ട്, അവരുടെ ഫൈൻഡിങ്സ് ഇറ്റ് വിൽ ഡൈല്യൂട്ട് ഓർ കോൺട്രഡിക്ട് ദി AAIB's ഫൈൻഡിങ്സ്. സോ ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു പാരലൽ കമ്മിറ്റീസിന് വെക്കുന്ന ഈ ഒരു പരിപാടി ആദ്യം നിർത്തണം. ഓക്കെ, ടു മെയിൻറ്റെയിൻ ദി ക്ലാരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. പിന്നെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു AAIBയുടെ റിപ്പോർട്ടിനെ ഒരിക്കലും കോടതികൾ മിസ്യൂസ് ചെയ്യരുത്. സോ ഈ ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് ഒരാളുടെ മേലെയും ഒരു പഴി ചാരാൻ വേണ്ടിയിട്ടുള്ളതല്ല. നോട്ട് ടു അസൈൻ ലീഗൽ ബ്ലെയിം. സോ ഇതിൻ്റെ മിസ്യൂസ് their misuse in police or legal proceedings must be legally restricted. പിന്നെ ഈ ഒരു പൈലറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂളാണ് 19(3). സോ അതിനെ അമെൻഡ് ചെയ്യണം. സോ ദ റൂൾ 19(3) നീഡ്സ് ടു ബി ചേഞ്ച്ഡ് ടു എൻഷുർ ദാറ്റ് പൈലറ്റ്സ് ആർ നോട്ട് അൺഫെയർലി ബ്ലെയിംഡ്. ഓക്കെ, വെറുതെ അവരെ ബ്ലെയിം ചെയ്യരുത്. എല്ലാത്തിൻ്റെ അവസാനം പൈലറ്റ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. സോ ഒരു നോ ബ്ലെയിം ഇൻവെസ്റ്റിഗേഷൻ ഫ്രെയിംവർക്കാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. സോ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളതാണ്, അല്ലാണ്ട് ആരെ ഇവിടെ കുറ്റപ്പെടുത്താമെന്നല്ല. പിന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഓംബുഡ്സ്മാൻ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഓംബുഡ്സ്മാൻ അപ്പോയിൻറ്റ് ചെയ്യുക. ആൻഡ് ഹി വിൽ ഡു ദ ഓഡിറ്റ് ഹൗ ആക്സിഡൻറ്റ് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ്, ഹാൻഡിൽഡ് ആൻഡ് ആക്റ്റഡ് അപ്പോൺ. സോ ഇത് കുറച്ചും കൂടി ട്രാൻസ്പാരൻസിയും അതേപോലെ കുറച്ചും കൂടി ട്രസ്റ്റും കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ. സോ ഇവിടുത്തെ റിയൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വി ഹാവ് സോ മെനി സ്കിൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്. സോ പ്രോബ്ലം നമ്മുടെ കേപ്പബിലിറ്റിയിലല്ല. ഓക്കെ, ബട്ട് എ ലാക്ക് ഓഫ് ഹോണസ്റ്റി ആൻഡ് പൊളിറ്റിക്കൽ വിൽ ടു കൺഫ്രണ്ട് ദ ട്രൂത്ത്. സോ വൈ ഡസ് ദിസ് മാറ്റർ സോ മച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ സീരിയസ് കോൺസിക്വൻസസ് ഇഫ് വി ഡോണ്ട് ഫിക്സ് ദിസ് പ്രോബ്ലം.
സോ വാട്ട്സ് ട്രൂലി അറ്റ് സ്റ്റേക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഏവിയേഷൻ സേഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് അത് വളരെ വീക്കായിട്ട് അല്ലെങ്കിൽ അത് ഡിസ്ഹോണസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയും ഭാവിയിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഇതേപോലെ സംഭവിക്കും. ഒരുപാട് പാസഞ്ചേഴ്സിനും പൈലറ്റ്സിനും അതേപോലെ ആ ഒരു ക്രൂ അവരുടെ ആ ഒരു ജീവൻ റിസ്കിലാവും അല്ലേ, അവർക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു റിപ്പോർട്ട്സ് വളരെ ഇൻഅക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ആക്സിഡൻറ്റിൽ മരിച്ച ആൾക്കാരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെയാണ് അല്ലേ. അവരുടെ കുടുംബങ്ങൾക്കൊന്നും ദേ ഡോണ്ട് ഗെറ്റ് റിയൽ ആൻസേഴ്സ് ഓർ ജസ്റ്റിസ്. പിന്നെ ട്രസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ ഒരു ഏവിയേഷൻ സിസ്റ്റത്തിലും ഗവൺമെൻറ്റിലും ഉള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. ഓക്കെ, ആ ഒരു പബ്ലിക് ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സിറ്റിസൺസ് മേ ഫീൽ ദാറ്റ് ട്രൂത്ത് ഈസ് ബീങ് ഹിഡൻ അല്ലേ. നമുക്ക് തോന്നും സത്യം മറച്ചു വെക്കുകയാണ്, സേഫ്റ്റി ഒരു പ്രയോറിറ്റി അല്ല എന്ന് തോന്നും. പിന്നെ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ഇമേജിനെ തന്നെ ഇത് ബാധിക്കും അല്ലേ. ഇപ്പോൾ ഇന്ത്യ ഇതിനെ നമ്മൾ സേഫ്റ്റി ഇഗ്നോർ ചെയ്യുകയാണ്, നമ്മുടെ തെറ്റുകളെ നമ്മൾ മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് അവർ ഇമേജ് ഇൻ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഇൻ ഏവിയേഷൻ ആൻഡ് ഗവർണൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ന്യൂസ്, വിച്ച് ഈസ് വാട്ട് ആർ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ് എന്നുള്ളതാണ്. സോ ഈ ഒരു ന്യൂസ് പ്രിലിംസിൽ ജനറൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT സ്പേസ് കമ്പ്യൂട്ടേഴ്സ് റോബോട്ടിക്സ് നാനോ ടെക്നോളജി ബയോടെക്നോളജി ആൻഡ് ഇഷ്യൂസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്, GS പേപ്പർ 3 വരുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്നത്, അതായത് നമ്മൾ പവർ പ്ലാന്റ്സിലൊക്കെ ഈ ഒരു ഫോസിൽ ഫ്യൂൽസ്, അതായത് കൽക്കരി പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കത്തിക്കുന്ന ടൈമിൽ ഒരു ഫ്ലൂ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം പുറത്തേക്ക് വരും. ഓക്കെ, സോ ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ FGD എന്നുള്ളത് ഈ ഒരു സൾഫർ ഡയോക്സൈഡിനെ ആ ഒരു ഫ്ലൂ ഗ്യാസിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ. ആൻഡ് ഇറ്റ് വർക്ക്സ് ടു റിമൂവ് സൾഫർ ഡയോക്സൈഡ്. നമുക്കറിയാം സൾഫർ ഡയോക്സൈഡ് ഒരു മേജർ പൊല്യൂട്ടൻ്റ് ആണ് അല്ലേ. സോ ഒരു ഫ്ലൂ ഗ്യാസിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഉപയോഗിക്കുന്നത്. ആൻഡ് വിച്ച് കംസ് ഔട്ട് ഓഫ് ചിമ്നീസ് അറ്റ് പവർ പ്ലാന്റ്സ് അറ്റ് ബേൺ ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് കോൾ. സോ ഒരു ഫ്ലൂ ഗ്യാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് എ സ്മോക്ക് ഓർ ഗ്യാസ് റിലീസ് ടു ആൻഡ് ഫോസിൽ ഫ്യൂൽസ് ആർ ബേൺഡ്. ഓക്കെ, പവർ പ്ലാന്റ്സിലൊക്കെ ബേൺ ചെയ്യുമ്പോൾ ആ ഒരു ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു സ്മോക്കാണ് ഫ്ലൂ ഗ്യാസ്. സോ ഇതിൽ ഒരുപാട് വളരെ ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. ഇതിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ട്. സോ ഈ ഒരു FGD എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ എന്താണെന്ന് നോക്കിയാൽ ഇതൊരു ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് സൾഫർ ഡയോക്സൈഡ് ഫ്രം ഫ്ലൂ ഗ്യാസ് ബിഫോർ ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദി എയർ. നമുക്കറിയാം ഈ ഒരു സൾഫർ ഡയോക്സൈഡ് ഈ ആസിഡ് റെയിനൊക്കെ ഈ ഒരു സാധനം കോസ് ചെയ്യുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ ഹാനികരമാണ്. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ്. സോ ഈ ഒരു FGD എങ്ങനെയാണ് ഈ ഒരു സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത് നോക്കിയാൽ, ഈ സൾഫർ ഡയോക്സൈഡ് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഒരു സൾഫർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആസിഡ് ഗ്യാസാണ്. സോ ഇത് ന്യൂട്രലൈസ് ചെയ്യുന്നത് ആൽക്കലൈൻ ഉപയോഗിച്ചിട്ടാണ്, ബേസിക് കോമ്പൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ലൈംസ്റ്റോൺ, നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിച്ചിട്ടാണ്. സോ കോമൺ ആയിട്ടുള്ള ഈ ഒരു FGD ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ മെത്തേഡ് 3 എണ്ണമാണുള്ളത്. ഒന്ന് ഡ്രൈ സോർബൻ ഇഞ്ചക്ഷനാണ്, പിന്നെ വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെൻ്റ് ആണ്, മൂന്നാമത്തെ സീ വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. സോ ഈ ഡ്രൈ സോർബൻ ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചാൽ പൗഡേർഡ് ആയിട്ടുള്ള ലൈംസ്റ്റോൺ ഇതിനെ സ്പ്രേ ചെയ്യും, ഈ ഒരു ഫ്ലൂ ഗ്യാസിലേക്ക് ഇതിനെ സ്പ്രേ ചെയ്യും. സോ ഇത് സൾഫർ ഡയോക്സൈഡായിട്ട് റിയാക്റ്റ് ആവും അല്ലേ. സോ അതിൻ്റെ ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്നത് പൊടിയായിരിക്കും, ഡസ്റ്റ് ആയിരിക്കും. ആൻഡ് അതിനെ ഫിൽറ്റേഴ്സ് ക്യാപ്ചർ ചെയ്യും, ലൈക്ക് ഫാബ്രിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽറ്റേഴ്സ്. ഓക്കെ, അതാണ് ഈ ഒരു ഡ്രൈ സോർബൻ ഇഞ്ചക്ഷൻ. സോ അത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അതിന് ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകണ്ട. പിന്നെ വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതാണ് മോസ്റ്റ്ലി എല്ലാവരും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഈ ഒരു വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ഇത് വളരെ എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ലൈംസ്റ്റോൺ സ്ലറി ഇല്ലേ, അതായത് ലൈംസ്റ്റോണും വെള്ളവും കൂടിയിട്ട് സ്പ്രേ ചെയ്യും. സോ ഇത് സൾഫർ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ഗിപ്സം ഫോം ചെയ്യും. ഗിപ്സം നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് എ യൂസ്ഫുൾ പ്രൊഡക്റ്റ്. നമ്മൾ സിമെൻറ്റിലും പ്ലാസ്റ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ പ്രൊഡക്റ്റ് യൂസ്ഡ് ഇൻ സിമെൻറ്റ് ഓർ പ്ലാസ്റ്റർ. സോ ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ്. ഓക്കെ, ഈ ഒരു വെറ്റ് ലൈംസ്റ്റോൺ ട്രീറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സീ വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഈ കോസ്റ്റൽ ഏരിയാസിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പരിപാടി യൂസ് ചെയ്യുക.
സീ വാട്ടർ ഈ ഒരു സൾഫർ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. സോ ദി വാട്ടർ ഈസ് ലേറ്റർ ട്രീറ്റഡ് ആൻഡ് സേഫ്ലി ഡിസ്ചാർജ്ഡ് ബാക്ക് ഇൻ ടു ദ സീ. ഓക്കെ, സോ ഈ ഒരു സൾഫർ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇത് വളരെ എസെൻഷ്യലാണ് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു എമിഷൻ, ഓക്കെ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു FGD ഈ ഒരു ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദി വെറ്റ് ലൈം സ്റ്റോൺ മെത്തേഡ് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഗിബ്സം ആസ് എ യൂസ്ഫുൾ ബൈ പ്രൊഡക്റ്റ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സൾഫർ ഡൈ ഓക്സൈഡ് ഇതെങ്ങനെയാണ് ഡേഞ്ചറസ് ആവുന്നത്, അതേപോലെ തന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ, എസ്പെഷ്യലി ഇന്ത്യയിൽ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നാണ്. സോ വി ലുക്ക് ഓൺ ടു വാട്ട് ഈസ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഹാംഫുൾ. സോ സൾഫർ ഡയോക്സൈഡ് എന്നുള്ളത് ഒരു ഹാംഫുൾ ഗ്യാസ് ആണ്. മെയിൻലി ഇത് റിലീസ് ചെയ്യപ്പെടുന്നത് ഒരു കോൾ കമ്പഷനിലൂടെയാണ്. സോ ഇത് ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കും. ഓക്കെ, ആസ്മ, അതേപോലെ ലങ്സിൽ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഈ സാധനം ഉണ്ടാക്കും. പിന്നെ എൻവയോൺമെൻറ്റ് ഡാമേജ് ഉണ്ടാക്കും, ആസിഡ് റെയിൻ ഈ ഒരു സാധനം ഉണ്ടാക്കും. അതേപോലെ PM2.5 എന്ന് പറയുന്നൊരു ഈ ഒരു വാക്ക് നമ്മളിനി കുറച്ച് കൂടുതൽ ഇവിടെ പറയും. സോ ഈ ഒരു PM2.5 എന്നുള്ളത് ഇറ്റ് ഈസ് എ പെർട്ടിക്കുലേറ്റ് മാറ്റർ വിത്ത് എ ഡയമീറ്റർ ഓഫ് 2.5 മൈക്രോമീറ്റേഴ്സ് ഓർ ലെസ്. സോ ഈ ഒരു ടൈനി പാർട്ടിക്കിൾസ് ഇവർ വളരെ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, എയർ പൊല്യൂഷനിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ഈ ഒരു PM2.5 എന്നുള്ളത്. And can cause serious health risk due to their ability to be inhaled deeply into the lungs. സോ നമ്മൾ മനുഷ്യൻ്റെ മുടി, അതായത് ഹ്യൂമൻ ഹെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സൈസ് എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു 70 മൈക്രോമീറ്റേഴ്സ് ആണ് ഡയമീറ്ററിൽ. ഓക്കെ, 70 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. സോ ഈ ഒരു PM2.5 എന്നുള്ള ഈ ഒരു പാർട്ടിക്കിൾസ് നമ്മുടെ ഹെയറിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 30 ടൈംസ് സ്മോളറാണ്. ഓക്കെ, ഈ സാധനം ഇപ്പോൾ കാണാൻ കഴിയില്ല. പിന്നെ ഇത് എപ്പോഴാണ് സീനാവുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് ഡീപ്പായിട്ട് ഇറ്റ് ക്യാൻ ബി ഇൻഹെയിൽഡ് ഡീപ്ലി ഇൻ ടു ദ ലങ്സ്. ഓക്കെ, സോ ഇത് വളരെ ഒരു മേജർ പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ഫൈൻ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് ദാറ്റ് ഈസ് വെരി ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. സോ ഈ ഒരു സൾഫർ ഡയോക്സൈഡ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ പോലെയുള്ള ഒരു മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ കൂടി ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഇൻഡയറക്ട്ലി ടു ക്ലൈമറ്റ് എഫക്റ്റ് ആൻഡ് പൊല്യൂഷൻ എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് സെക്കൻഡറി PM2.5 എന്നുള്ളത് നോക്കുന്നത് PM2.5 നമ്മൾ പറഞ്ഞു പർട്ടിക്കുലേറ്റ് മാറ്റർ സ്മോളർ ദാൻ 2.5 മൈക്രോൺസ്. അതേപോലെ ഈ ഒരു സെക്കൻഡറി PM2.5 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാധനം ഇത് ഡയറക്റ്റ്ലി എമിറ്റ് ചെയ്യപ്പെടുന്നതല്ല. ഓക്കെ, ഇത് സൾഫർ ഡയോക്സൈഡ് വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസസുമായിട്ട് മിക്സ് ആയിട്ട് എയറിൽ ഫോം ചെയ്യുന്നതാണ് ഈ ഒരു സെക്കൻഡറി PM2.5. സോ ഇന്ത്യയിലുള്ള സ്റ്റഡീസ് കാണിക്കുന്നത് 15% ഉള്ള ഈ ഒരു PM2.5 ഈ ഒരു സാധനം ഇന്ത്യയിൽ ഇറ്റ് കംസ് ഫ്രം ബേണിംഗ് കോൾ. ഓക്കെ, അതേപോലെ അതിൽ തന്നെ 80% ഇൻഡയറക്ട്ലി ഫോം ചെയ്യുന്നതാണ് ഫ്രം സൾഫർ ഡയോക്സൈഡ് എമിഷൻസ്. ഓക്കെ, നമ്മൾ ആ ഒരു സെക്കൻഡറി PM2.5ൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഇത് ഡയറക്ട്ലി എമിറ്റ് ചെയ്യപ്പെടുന്നതല്ല, പക്ഷേ ഇത് എയറിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ട് വെൻ സൾഫർ ഡയോക്സൈഡ് റിയാക്ട് വിത്ത് അതർ സബ്സ്റ്റൻസസ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും ഫ്രം ഫ്ലൂ ഗ്യാസ് ബിഫോർ ഇറ്റ്സ് റിലീസ്ഡ്. സോ ഇത് ഡയറക്ട്ലി റെഡ്യൂസ് ദി ഫോർമേഷൻ ഓഫ് PM2.5. ഓക്കെ, അത് എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ദിസ് മേക്സ് ദി FGD essential for fighting air pollution. Okay, especially in coal heavy country like India. നമ്മളൊക്കെ ഒരുപാട് കോളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ. സോ അത് നമ്മുടെ എയർ പൊല്യൂഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സൾഫർ ഡയോക്സൈഡ്, കോൾ പ്ലാന്റ്സിൽ നിന്നുള്ള സൾഫർ ഡയോക്സൈഡ് ദ ലീഡ്സ് ടു ഡേഞ്ചറസ് PM2.5 പൊല്യൂഷൻ ഇൻ ഇന്ത്യ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ PM2.5 ഫോംസ് ഇൻഡയറക്ട്ലി. ഓക്കെ, സൾഫർ ഡയോക്സൈഡിൽ നിന്നും ഇൻഡയറക്ട്ലി ഫോം ചെയ്യുന്നതാണ്. സോ ഈ FGD യൂണിറ്റ്സ് വളരെ കീ സൊല്യൂഷനാണ് ടു ക്ലീൻ ദി എയർ ആൻഡ് പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്. സോ ഈ ഒരു FGD യൂണിറ്റ്സിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലുള്ള നിലവിലുള്ള ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ
2015 നമ്മുടെ എൻവയോൺമെൻറ്റ് മിനിസ്ട്രി മാൻഡേറ്ററി ആക്കിയിരുന്നു. അതായത് ഇന്ത്യയിലുള്ള 537 കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, സോ ഇവരുടെ അടുത്തെല്ലാം ഈ ഒരു FGD യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് 2015 എൻവയോൺമെൻറ്റ് മിനിസ്ട്രി പറഞ്ഞിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് മെയ്ഡ് മാൻഡേറ്ററി. സോ ഈ ഒരു യൂണിറ്റ്സ് ദേ വർ മീൻ ടു കൺട്രോൾ സൾഫർ ഡയോക്സൈഡ് എമിഷൻസ്, അല്ലെ, ഒരു എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഡെഡ് ലൈൻ കൊടുത്തിരുന്നത് 2018. ഓക്കെ, 2015 പറഞ്ഞു, ഡെഡ് ലൈൻ 2018 നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ ഈ 2018 ആ ഒരു ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഏപ്രിൽ 2025 കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 537 കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെർമൽ പവർ പ്ലാന്റ്സ് ഇന്ത്യയിലുണ്ട്. അതിൽ 537 39 ആൾക്കാർ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ, ഈ ഒരു FGDs. ഓക്കെ, 39 പ്ലാൻസ് മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഇത് ടോട്ടലി നോക്കുമ്പോൾ ടോട്ടലി ഉള്ളതിൽ 8%-നെക്കാളും താഴെയാണ്. ഓക്കെ, പുതിയ ഡെഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. 2027, 28, 29 കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാറ്റഗറീസ്, ആ ഒരു പ്ലാന്റിൻ്റെ കാറ്റഗറീസ് അനുസരിച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി കാറ്റഗറി ഓഫ് ദ പ്ലാന്റ്സ് ദി ഡെഡ് ലൈൻസ് ഹാവ് ബീൻ എക്സ്റ്റെൻഡഡ്. പിന്നെ ഇതിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയാമല്ലോ, ഈ ഒരു ഡെഡ് ലൈൻസ് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, പുതിയതായിട്ട് മോസ്റ്റ് റീസെൻ്റ്ലി ഓൺ December 30, 2024 വിതൗട്ട് എനി ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ആ ഒരു ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോളിസി റിവേഴ്സൽ നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് കമ്മീഷൻ്റെ സ്റ്റഡി ഇൻ April 2025 അവർ സജസ്റ്റ് ചെയ്തത് ഈ ഒരു ഒറിജിനലായിട്ടുള്ള ഈ 2015 ഈ ഒരു FGD മാൻഡേറ്റ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഇത് എന്തുകൊണ്ടാണ് കൺസേണിങ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സൾഫർ ഡയോക്സൈഡിൻ്റെ ഈ ഒരു എമിഷൻ ഇത് വളരെ മേജറായിട്ടുള്ള ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡാണ്, അല്ലേ, എസ്പെഷ്യലി ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ വേർ എയർ പൊല്യൂഷൻ ഈസ് ഓൾറെഡി സിവിയർ. ഈ ഒരു FGDs വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു PM 2.5 ആ ഒരു പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വളരെ ക്രിട്ടിക്കലാണ് ഈ ഒരു FGDs, ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ. ആൻഡ് മെയിൻലി നമ്മൾ പറഞ്ഞു കോൾ പ്ലാന്റ്സ് എന്നാണ് ഈ ഒരു സാധനം കോസ് ചെയ്യുന്നത്, അല്ലേ. സോ അത് റെഡ്യൂസ് ചെയ്യാൻ FGDs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഗവൺമെൻറ് വരുത്തുന്ന ഈ ഒരു ഡിലേയും ഈ പോളിസി റിവേഴ്സൽസും ഒക്കെ ദിസ് അണ്ടർമൈൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഗോൾസ്. സോ ഈ ഒരു FGDസിൻ്റെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ നടപ്പാക്കാതിരിക്കുന്നതിലൂടെയും, അതേപോലെ ഈ ഒരു ഡെഡ് ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലൂടെയും, അതേപോലെ ഈ ഒരു ഇവർ പറഞ്ഞ ആ ഒരു മാൻഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർലി നമ്മളത് വിഡ്രോ ചെയ്യുന്നതിലൂടെയും വി റേസ് വെരി സീരിയസ് കൺസേൺസ് അബൌട്ട് ദി ഗവൺമെൻറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ക്ലീൻ എയർ ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു ന്യൂസിൻ്റെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, വിൽ ലുക്ക് ഓൺ ടു ദി ബ്രോഡർ ഇംപ്ലിക്കേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. നമ്മളിവിടെ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി ട്രേഡ് ഓഫ് ആൻഡ് റീജിയണൽ ഡിഫറൻസ് ഇൻ യൂസിങ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ സിസ്റ്റം ഇൻ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഷോർട്ട് ടേം സേവിങ്സിനെ പറ്റിയിട്ടും അതേപോലെ ലോങ് ടേം ഡാമേജിനെ പറ്റിയിട്ടുമാണ്. ഇവിടെ ഈ ഒരു FGDs നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും, അല്ലേ. ഫോർ പവർ പ്ലാന്റ് ഓപ്പറേറ്റേഴ്സിന് പൈസ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇനി ഭാവിയിൽ ഇറ്റ് കുഡ് കം അറ്റ് എ വെരി ഹൈ കോസ്റ്റ് ടു പബ്ലിക് ഹെൽത്ത് ആൻഡ് എയർ ക്വാളിറ്റി, അല്ലേ. പബ്ലിക് ഹെൽത്തിനും എയർ ക്വാളിറ്റിക്കും വളരെ ഡാമേജ് ഉണ്ടാക്കും, എസ്പെഷ്യലി പൊല്യൂട്ടഡ് റീജിയൻസിൽ. ആൻഡ് ലൊക്കേഷൻ മാറ്റർ ചെയ്യും ഇവിടെ. അതായത് ഈ ഒരു ഇമ്പാക്റ്റ് ഓഫ് പൊല്യൂഷൻ ഫ്രം എ കോൾ പവർ പ്ലാന്റ് ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് എത്രത്തോളം ക്ലോസ് ആയിട്ടാണ്, അതായത് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസുമായിട്ട് ഇത് എത്രത്തോളം ക്ലോസ് ആയിട്ടിരിക്കുന്നു എന്നത് നോക്കണം. ഓക്കെ, അതായത് ഇത് വളരെ വലിയ സിറ്റീസിന് അടുത്താണെന്നുണ്ടെങ്കിൽ ദി ഹാം ഫ്രം സൾഫർ ഡയോക്സൈഡ് ആൻഡ് PM 2.5 ഇത് വളരെ വേഴ്സായിരിക്കും. അതായത് ഇപ്പോൾ സിറ്റീസിൽ നിന്ന് ഇത് മാറിയിട്ട് കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ കൂടി ഇമീഡിയറ്റ് ആയിട്ടൊരു ലോക്കൽ ഇമ്പാക്റ്റ് കുറവായിരിക്കാം, പക്ഷേ ഒരിക്കലും സീറോ അല്ലേ. അതായത് ഈ പൊല്യൂട്ടൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് നമ്മൾ പവർ പ്ലാന്റ്സിനെ ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അതായത് ചില പ്ലാന്റ്സ്, ഓക്കെ, ചില പ്ലാന്റുകൾ, അതായത് എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഡൽഹിയൊക്കെയാണല്ലോ മോസ്റ്റ് പൊല്യൂട്ടഡ്. സോ അതിൻ്റെ അടുത്തുള്ള പ്ലാന്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരാണ് ബിഗ്ഗസ്റ്റ് PM2.5 സോഴ്സസ്. ഓക്കെ, സോ അവർ സി ദേ ആർ ഇൻ ദി ബിഗ്ഗസ്റ്റ് PM2.5 സോഴ്സസ്, പക്ഷേ അവർ ദേ ആർ സ്റ്റിൽ സ്റ്റേഷനറി സോഴ്സസ്. ഓക്കെ, സോ ഇത് മീൻ ചെയ്യുന്നത് ഈ ഒരു പവർ പ്ലാന്റ്സ് ഒക്കെ ഇവർ ഒരു സ്ഥലത്തായിരിക്കുമല്ലോ. ഇവരിങ്ങനെ ആൾക്കാരെ പോലെയും കാറുകളെ പോലെയൊന്നും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ദേ സ്റ്റേ ഇൻ വൺ പ്ലേസ്. സോ നമുക്ക് ഈസി ആയിട്ട് ഇവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഇവരെ റെഗുലേറ്റ് ചെയ്യാം, നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാം. സോ ദാറ്റ് മേക്സ് എമിഷൻ കൺട്രോൾ മോർ പ്രാക്ടിക്കൽ ആൻഡ് എൻഫോഴ്സിബിൾ. സോ ഇവിടുത്തെ ഒരു ഫൈനൽ ഇൻസൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു FGDസിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ നമ്മൾ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ ചീപ്പായിട്ടൊക്കെ തോന്നും, ബട്ട് ഇറ്റ് റിസ്ക് ലൈഫ് ആൻഡ് വീക്കൻസ് ഇന്ത്യസ് ക്ലിയർ എയർ എഫേർട്ട്, അല്ലേ? അതായത് ഇപ്പോൾ ഈവൻ ഇഫ് ദ പൊല്യൂഷൻ ഫ്രം സം പവർ പ്ലാന്റ്സ് ഈസ് ലെസ് വിസിബിൾ ഇൻ സർട്ടൻ ഏരിയാസ്, അവർ എന്നിരുന്നാൽ കൂടി അവർ ആ ഒരു പ്രോബ്ലത്തിൻ്റെ പാർട്ടാണ്, അല്ലേ? ദേ ആർ സ്റ്റിൽ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. And the fact that they are easier to regulate makes them a logical starting point for cleaner air എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. സോ യെസ്, വൈ ഹാവ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് റൂൾസ് ബീൻ റിലാക്സ്ഡ് എന്നുള്ളതാണ്. സോ പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നതാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി ഇൻകൾഷൻ, ഡെമോഗ്രഫി, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ് എക്സെട്ര. ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു പ്ലാനിങ്. സോ ഇവിടെ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളത് ദേ ആർ വെരി ക്രിട്ടിക്കൽ കമ്പോണൻസ്, അല്ലേ? അതായത് നമ്മളിതിനെ നമ്മുടെ മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്സിലും കാറുകളിലും അതേപോലെ ഫൈറ്റർ ജെറ്റ്സിലൊക്കെ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ എ വെരി ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ എവറിത്തിങ് from mobile phone to fighter jets. Currently, India, mainly India imports most of its semiconductors. Okay, നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്, മെയിൻലി ഫ്രം കൺട്രീസ് ലൈക്ക് തായ്വാൻ, ചൈന ആൻഡ് സൗത്ത് കൊറിയ. സോ ഈ ഒരു ഹെവി ആയിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് ഇതൊന്ന് റിസ്ക്കിയാണ്, പിന്നെ ഒന്ന് കോസ്റ്റ്ലി ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ഗ്ലോബൽ ഷോർട്ടേജസ് ലൈക്ക് COVID-19. സോ ഇന്ത്യ ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു സെമികോൺ ഇന്ത്യ പ്രോഗ്രാം ഉണ്ടായിരുന്നു 2022. ഇത് വളരെ മേജറായിട്ടുള്ളൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. നമ്മുടേതായിട്ടുള്ള സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ ബജറ്റ് 76,000 crores ആയിരുന്നു. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 9 ബില്യൻ്റെ അടുത്തായിരുന്നു. സോ ഇതിൻ്റെ ഗോൾ എന്ന് വെച്ചാൽ ഒരു ചിപ്പ് മാനുഫാക്ചറിങ്ങിന് സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ ഡിസൈനെ സപ്പോർട്ട് ചെയ്യുക, റിസർച്ച് ആൻഡ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതായിരുന്നു ഈ ഒരു സെമികോൺ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ ഗോള്. പിന്നെ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ നമ്മൾ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് വെച്ചാൽ നമുക്കറിയാം വിച്ച് ആർ ഏരിയാസ് വിത്ത് സ്പെഷ്യൽ ലോസ്, എക്സ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു മാനുഫാക്ചറിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So the government has now relaxed these rules. Okay, and ഈ ഒരു ഡൊമസ്റ്റിക് കമ്പനീസിന് ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് ഇലക്ട്രോണിക്സ് വിത്തിൻ ദീസ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, ഈവൻ ഫോർ ദ ഇന്ത്യൻ മാർക്കറ്റ്സ്, നോട്ട് ജസ്റ്റ് എക്സ്പോർട്സ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു റിലാക്സേഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നത്, to make it easier for domestic companies to manufacture semiconductors and electronics with special economics within special economic zones. So ഇത് മെയിനായിട്ട് ഇതിന് പിന്നിലുള്ള ആ ഒരു ഗോൾ എന്നുള്ളത് ഇന്ത്യനെ ആ ഒരു സെമി കണ്ടക്ടേഴ്സിൽ ഒരു സെൽഫ് റിലയൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ആ ഒരു ഇമ്പോർട്ട് ബിൽസ് റെഡ്യൂസ് ചെയ്യുക, ആൻഡ് ടു ബിക്കം എ ഗ്ലോബൽ ഹബ് ഫോർ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്. സോ ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സ്വന്തമായിട്ടിത് സ്വന്തം രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് നമുക്കറിയാമല്ലോ. ഇത് വളരെ ചെറിയ ടൈനി ചിപ്പുകളാണ്. ഓക്കെ, മെയിൻലി ഇറ്റ് ഈസ് യൂസ് ടു പവർ നിയർലി ഓൾ മോഡേൺ ഇലക്ട്രോണിക് ഡിവൈസസ്. സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ടൈനി ചിപ്പ് ഉണ്ട്.
ആൻഡ് അതേപോലെ കമ്പ്യൂട്ടേഴ്സിലുണ്ട്, കാറുകളിലുണ്ട്, AI സിസ്റ്റത്തിലുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിൽ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ മെഷീൻസിലുണ്ട്, മെഡിക്കൽ ഡിവൈസസിലുണ്ട്. സോ ഇത് മോഡേൺ ടെക്നോളജിയുടെ ഒരു ബ്രെയിനായിട്ട് നമുക്ക് ഈ സെമി കണ്ടക്ടേഴ്സിനെ കാണാൻ കഴിയും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഡിജിറ്റൽ ആൻഡ് ഓട്ടോമേറ്റഡ് സൊസൈറ്റി. സോ ഇതിൻ്റെ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ 2021 ചൈനയാണ് 35% ഉള്ള വേൾഡിൽ സെമി കണ്ടക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് കാണിക്കുന്ന എന്താണ്, എ ഹ്യൂജ് പോർഷൻ ഓഫ് ദ വേൾഡ്സ് സപ്ലൈ കംസ് ഫ്രം വൺ കൺട്രി. സോ COVID-19 ശേഷം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ ഒരു പാൻഡമിക് നമുക്കറിയാം, ഇറ്റ് കോസ്റ്റ് എ മേജർ ഡിസ്റപ്ഷൻസ് ഇൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ. ഓക്കെ, സോ അപ്പോൾ രാജ്യങ്ങൾക്ക് മനസ്സിലായി, അതായത് ഈ ഒരു ഫോറിൻ ചിപ്പ് മേക്കേഴ്സിലെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ റിസ്കി ആണെന്ന് മനസ്സിലായി. ഓക്കെ, ചില രാജ്യങ്ങളിൽ കാർ ഫാക്ടറീസ് ഒക്കെ ദേ ഹാഡ് സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ബിക്കോസ് ദേ കുഡൻ ഗെറ്റ് ഇനഫ് ചിപ്പ്. സോ ഇത് ഗ്ലോബലി ഒരു ചിപ്പ് ഷോർട്ടേജ് ഉണ്ടാക്കി, ആൻഡ് ഇറ്റ് ഹൈലൈറ്റഡ് ഹൗ വൾണറബിൾ ദിസ് സിസ്റ്റം വാസ്. സോ ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ബാക്കിയുള്ള വേറെ ഒരുപാട് രാജ്യങ്ങളെ പോലെ വി സ്റ്റാർട്ടഡ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു ബിൽഡ് അവർ ഓൺ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. സോ നമുക്ക് ആ ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് നാഷണൽ സെക്യൂരിറ്റി ബൂസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിജിറ്റൽ എക്കണോമി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ് ഫോർ എവറിത്തിങ് ഇൻ ഡിജിറ്റൽ. സോ ഒരുപാട് ഒരു രാജ്യത്തിനെ നമ്മൾ റിലേ ചെയ്യുന്നത്, എസ്പെഷ്യലി ചൈനേനെയൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ വെരി മേജർ കൺസേൺ. ഓക്കെ, ആ ഒരു COVID-19 ടൈമിൽ നമുക്കത് നേരെ മനസ്സിലായി. സോ ഇന്ത്യ ലോഞ്ച് ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് സെമികോൺ ഇന്ത്യ to develop our own chip manufacturing capacity to reduce risk from global supply disruptions. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. മെയ്ഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ഓൺ June 9th, എസ്പെഷ്യലി ടു ബൂസ്റ്റ് സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്. റൂൾ 5 കൊണ്ടുവന്നൊരു അമെൻമെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പണ്ട് മിനിമം 50 ഹെക്ടർ ഓഫ് ലാൻഡ് വേണ്ടി വരുമായിരുന്നു ടു സെറ്റപ്പ് എ സെമി കണ്ടക്ടർ ഓർ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട്. സോ ഇത് 50 ഏക്കറിൽ നിന്നും 10 ഹെക്ടേഴ്സ് ആക്കിയിട്ട് ഇതിപ്പോൾ ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, നൗ ഓൺലി 10 ഹെക്ടേഴ്സ് ഈസ് നീഡഡ്. സോ ഇത് കുറച്ചും കൂടി സ്മോളർ കമ്പനീസിന് ഇത് ഈ ഒരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സിമ്പിളാക്കും അല്ലേ. അതേപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഇത് അട്രാക്ട് ചെയ്യും, എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിനെയൊക്കെ. സോ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ദേ വിൽ സ്റ്റിൽ ഗെറ്റ് ബെനിഫിറ്റ്സ് ലൈക്ക് ടാക്സ് എക്സെപ്ഷൻ, ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട്സ്, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്. അതേപോലെ റൂൾ 7 ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് ഈ ഒരു ലാൻഡ്, ഈ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന ആ ഒരു ലാൻഡ്, ഇറ്റ് ഹാഡ് ടു ബി കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം എനി ലീഗൽ ക്ലെയിം, ഡെപ്റ്റ് ഓർ ഡിസ്പ്യൂട്ട്സ്. സോ ഈ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു റിക്വയർമെൻറ്റ് ഇപ്പോൾ റിലാക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യയിൽ നമുക്കറിയാം ലാൻഡ് റെക്കോർഡ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. പിന്നെ ലീഗൽ ക്ലിയറൻസ് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ അധികം സമയമെടുക്കും. പക്ഷേ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിലൂടെ it can be built faster. Okay, even if the land isn't 100% cleared yet. So as long as key risks are manageable. പിന്നെ റൂൾ 18 കൊണ്ടുവന്നൊരു അമെൻമെൻ്റ് ആണ്. സോ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, അതിലുള്ള യൂണിറ്റ്സ്, ഇത് മെയിൻലി എക്സ്പോർട്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. സോ ദേ വർ മീൻഡ് ഓൺലി ഫോർ എക്സ്പോർട്സ്. പക്ഷേ പുതിയ റൂൾ അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ആ ഒരു പ്രൊഡക്ട്സ് ഇന്ത്യയിൽ സെല്ല് ചെയ്യാം ആഫ്റ്റർ പേയിങ് ദ റിക്വയർഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. സോ ഇതൊരു ഡൊമസ്റ്റിക് സപ്ലൈ, ഒരു സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇലക്ട്രോണിക്സിലുള്ള ആ ഒരു ഡൊമസ്റ്റിക് സപ്ലൈ എൻകറേജ് ചെയ്യും. പിന്നെ ഇന്ത്യയുടെ ആ ഒരു ഇമ്പോർട്ട്, നമ്മൾ ഒരുപാട് ആ ഒരു ഇമ്പോർട്ടിൽ നമ്മൾ റിലേ ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വി വിൽ പ്രൊട്ടക്ട് മാനുഫാക്ചേഴ്സ് ഫ്രം ഗ്ലോബൽ ട്രേഡ് ഡിസ്ട്രപ്ഷൻസ്. സോ ഈ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ചേഞ്ചസ്, ദിസ് മേക്സ് ഇറ്റ് മോർ ഫാസ്റ്റർ, easier and more flexible to set up and run semiconductors or electronic factories in special economic zones. So they will lower land and legal barriers and will support small investors and allow these units to serve both global and Indian markets. ആൻഡ് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു സെൽഫ് റിലയൻസ്, ഓക്കെ, ഹൈടെക് മാനുഫാക്ചറിങ്ങിലുള്ള സെൽഫ് റിലയൻസിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യും.
സോ നമുക്കിനി ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസ് അവിടെ ആ റൂൾസിൽ കൊണ്ടുവന്ന ആ ഒരു റിലാക്സേഷനിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റ്സിനെ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നിർത്താം. So we'll be discussing about the expected benefits of the relaxed special economic zone rules for semiconductors and electronic sector in India. ഒന്ന്, ഒരു ചെറുകിട സംരംഭകരെ ആ ഒരു മാനുഫാക്ചറിങ്ങിലോട്ട് ഒന്ന് അവർ എൻകറേജ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, റെഡ്യൂസിങ് ദി മിനിമം ലാൻഡ് റിക്വയർമെൻറ്റ്, അതായത് ഈ ഒരു 50 നിന്നും 10 ഹെക്ടേഴ്സ് ആക്കിയിട്ട് കുറയ്ക്കുന്നതിലൂടെ അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് കുറച്ചും കൂടി ഈസിയറായിട്ട് ആ ഒരു ഓപ്പറേഷൻസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മിഡ് സൈസ്ഡ് ഫേമുകൾക്കൊക്കെ ഇത് കുറച്ചും കൂടി ഈസി ആക്കും. സോ ഇത് കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അല്ലാണ്ട് ലാർജ് കമ്പനീസിൻ്റെ ആ ഒരു ഡോമിനേഷനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇറ്റ് വിൽ ആക്സിലറേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. സോ ഈ ഒരു ലാൻഡ് റൂൾസ് ഒക്കെ റിലാക്സ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഡൊമസ്റ്റിക് സെയിൽസിലുള്ള ആ ഒരു റെഡ് ടേപ്പിസം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്ട്സ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം, വളരെ ഫാസ്റ്റിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്സ്, പവർ സപ്ലൈ, ലോജിസ്റ്റിക്സ് ആൻഡ് യൂട്ടിലിറ്റീസ് ഇൻസൈഡ് ദി സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിന് ഇപ്പോൾ ഇന്ത്യയുടെ അകത്ത് തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാം. ഓക്കെ, നോട്ട് ജസ്റ്റ് എക്സ്പോർട്സ്. സോ ദിസ് മീൻസ് ഒരുപാട് ചിപ്പുകളും അതേപോലെ ഇലക്ട്രോണിക് പാർട്ടും ഇനി ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇൻക്ലൂഡിങ് മൊബൈൽ മാനുഫാക്ചറേഴ്സ്, ഓട്ടോമേക്കേഴ്സ്, ഡിഫൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടെക്നോളജീസ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ലാർജർ നാഷണൽ സ്ട്രാറ്റജിയാണ് ഈ ഒരു റിഫോംസ്. ഓക്കെ, ദേ ആർ പാർട്ട് ഓഫ് എ ലാർജർ നാഷണൽ സ്ട്രാറ്റജി. നമ്മൾ ഒരു 76,000 crore സെമിക്കോൺ ഇന്ത്യ പ്രോഗ്രാം. സോ സപ്പോർട്ട് ഇന്ത്യാസ് അംബിഷൻ ടു ബിക്കം എ ഗ്ലോബൽ സെമി കണ്ടക്ടർ ഹബ് എന്നുള്ളതാണ്. സോ ഇത് എയിം ചെയ്യുന്നത് ഇന്ത്യയെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബലി കോമ്പറ്റേറ്റീവ് സപ്ലയർ ആക്കുക എന്നുള്ളതാണ് സെമി കണ്ടക്ടേഴ്സിലെ. അതേപോലെ തന്നെ ഈ ഒരു ഫോറിൻ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക, ഈ ചൈന, തായ്വാൻ കൺട്രീസിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കുക സെമി കണ്ടക്ടേഴ്സിൽ. സോ ഈ ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിൻ്റെ ഈ ഒരു നോംസ് ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഈസിയർ ടു ബിൽഡ്, faster to operate and more flexible to sell. It will help India to take a big steps towards self-reliance and global leadership in semiconductor manufacturing. Okay, so that's it guys. നാളെ അപ്പോൾ നമുക്ക് വേറെ കുറച്ച് ടോപ്പിക്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.